മാനസിക ശാരീരിക വെല്ലുവിളി നേരിടുന്ന കിടപ്പ് രോഗികളെ പരിചരിക്കുന്നവർക്കുള്ള ധനസഹായ പദ്ധതിയായ ആശ്വാസ കിരണം പൂർണ്ണമായി നിലച്ചിട്ട് 1.5 വർഷത്തിലേറെയായി. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് രോഗികളുടെ കുടുംബങ്ങൾ. ഈ കുഞ്ഞിൻ്റെ കൈ ഞാനും എൻ്റെ മരുമകളും കൂടെ പിടിച്ച് ഇങ്ങനെ വെച്ച്. തീവ്രമായ ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്നവരെയും പൂർണ്ണമായും അന്ധരായവരെയും ബുദ്ധിമാന്ദ്യം, ഓട്ടിസം, സെറിബ്രൽ പാൾസി തുടങ്ങി പലവിധ രോഗങ്ങളാൽ അവശത അനുഭവിക്കുന്നവരെയും പരിചരിക്കുന്നവർക്ക് ധനസഹായം നൽകുന്ന പദ്ധതിയാണ് ആശ്വാസ കിരണം. പ്രതിമാസം 600 രൂപയാണ് സഹായം. സംസ്ഥാന സർക്കാരിൻ്റെ സാമൂഹിക നീതി വകുപ്പാണ് പദ്ധതി നടപ്പാക്കേണ്ടത്. എന്നാൽ 1.5 വർഷത്തിലേറെയായി പലർക്കും ഈ സഹായം ലഭിച്ചിട്ടില്ല. ഒരാളെപ്പോഴും വേണം മോളുടെ അടുത്ത്. ചേട്ടന്നൊരു കിട്ടുക വന്നു വെച്ചാൽ അവളുടെ കാര്യം കഴിയേ. ലെൻസ് ഒരെണ്ണം വളഞ്ഞ് നിൽക്കണം, ലെൻസ് മാത്രമല്ലോ. ഒരു ലെൻസ് പോയി കിട്ടണമെന്നില്ല. എന്തോരം മോൻ അവിടെ പോയി അന്വേഷിച്ചെന്നറിയാം വില്ലേജിൻ്റെ ബാക്കിലത്തെ ഓഫീസിൽ. 1.5 ലക്ഷത്തോളം ഗുണഭോക്താക്കളുണ്ട് പദ്ധതിയിൽ. മുഴുവൻ സമയവും രോഗിയെ പരിചരിക്കേണ്ടവരായതിനാൽ ഇവർക്ക് മറ്റു വരുമാന മാർഗങ്ങളില്ല. ഈ കുഞ്ഞിന് വയ്യാത്തതല്ലേ, നോക്കുന്നതിനൊരു പെൻഷൻ നേരത്തുള്ളവർ തന്നതാണ്. നിങ്ങളെ കയറിയ പിന്നെ ഇപ്പം ഇത് നിർത്തിയേക്കുന്നു എന്ന് പറഞ്ഞു. ഇനി അതൊന്നും കിട്ടത്തില്ല, ചേച്ചിക്കൊരു പെൻഷനുണ്ടല്ലോ. അപ്പോൾ ഈ 18 മാസം ഉണ്ടല്ലോ ഇത് കിട്ടിയിട്ട്. അപ്പം അതുകൊണ്ട് പിന്നെ ഇങ്ങനെയുള്ള പെൻഷനുകളൊക്കെ വരുന്ന നോക്കിയിട്ടാണ് ഞാൻ പിന്നെ എനിക്കാണെങ്കിലും ഇങ്ങനെ വയ്യാണ്ടായി. സർക്കാരിൻ്റെ അനാസ്ഥയ്ക്കെതിരെ കടുത്ത വിമർശനമാണ് ഉയരുന്നത്. നടക്കാൻ പോലും പറ്റാതെ കിടന്നോടത്ത് കിടന്ന് മലമൂത്ര വിസർജനം നടത്തി സ്വന്തമായിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത ഒരുപാട് കുട്ടികൾ ഈ പുല്ലഴി പ്രദേശത്തുണ്ട്. പക്ഷേ അവരെ ഒന്നും തിരിഞ്ഞു നോക്കാനായിട്ട് മാറി മാറി വന്ന ഇവിടുത്തെ ഇടത് വലത് മുന്നണികൾക്ക് സാധിച്ചിട്ടില്ല. ചെയ്തു കൂട്ടിയ വികസന പ്രവർത്തനങ്ങളുടെ പേരിൽ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്ന തെരഞ്ഞെടുപ്പ് കാലമാണ്. ഒറ്റ ചോദ്യം മാത്രം: എന്തുകൊണ്ടാണ് സർക്കാർ ഇവരെ മറന്നുപോയത്? കടുത്ത നീതി നിഷേധമാണ് ഇത്. തൃശ്ശൂരിൽ നിന്ന് ക്യാമറമാൻ ഷാൽവിൻ ഷൊർണൂറിനൊപ്പം മിഥുൻ അയ്യപ്പൻ, ജനം.